ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. അസ്ഥികളെ മഹാസൈന്യമാക്കുന്ന അഭിഷേകം. ആത്മാവ് ചെയ്യുന്ന അത്ഭുത കാര്യങ്ങളുടെ ഉജ്ജ്വലമായ ഒരു ഉദാഹരണമാണ് യെഹെസ്കേൽ പ്രവചനം 37 അധ്യായത്തിൽ നാം കാണുന്നത്. ഇങ്ങനെയാണ് യെഹെസ്കേൽ ആ സംഭവം വിവരിച്ചു തുടങ്ങുന്നത്. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ എന്നെ നിർത്തി. താഴ്വരയിലാണ് യഹോവ യെഹെസ്കേലിനെ കൊണ്ട് നിർത്തിയത്. യെഹെസ്കേലിൻ്റെ പ്രതീക്ഷകൾക്ക് പുതിയ ചിറകുകൾ മുളച്ചു. നന്മയുടെയും സമൃദ്ധിയുടെയും ശാന്തസുന്ദരമായ ഒരു അനുഭവം ആ താഴ്വരയിൽ യെഹെസ്കേൽ സ്വപ്നം കണ്ടു. നടന്നു കയറുവാൻ ബുദ്ധിമുട്ടുള്ള ദുർഘടങ്ങൾ നിറഞ്ഞ ഒരു പർവ്വതത്തിലേക്കല്ല ദൈവം അവനെ കൊണ്ടുപോയത്, മറിച്ച് ശാന്തതയുടെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ താഴ്വരയിലേക്കാണ് കൊണ്ടുപോയത്. പക്ഷേ താഴ്വരയിൽ ചെന്നു നിന്ന് 4 ചുറ്റും കണ്ണോടിച്ചു നോക്കിയപ്പോൾ യെഹെസ്കേൽ അമ്പരന്ന് പോയി. അവൻ അന്തം വിട്ട് നോക്കി നിന്നു. കാരണം താഴ്വരയിൽ കാണേണ്ട പച്ചപ്പും താഴ്വരയിൽ കാണേണ്ട നല്ല ശുദ്ധമായ വെള്ളങ്ങൾ ഒഴുകുന്ന അരുവികളും നദികളും ഒന്നുമല്ല അവൻ കണ്ടത്. അവൻ കണ്ടത് ഉണങ്ങിയ അസ്ഥികളാണ്. അവൻ നിശബ്ദനായിപ്പോയി. എന്തു പറയാൻ? ഇതിനാണോ കർത്താവേ നിൻ്റെ കൈ എൻ്റെ മേൽ വന്നത് എന്ന് അവൻ ഒരുപക്ഷെ മനസ്സിൽ പറഞ്ഞു കാണും. ഞാൻ സ്വയം എടുത്ത തീരുമാനമല്ലല്ലോ, ആത്മാവല്ലേ എന്നെ പുറപ്പെടുവിച്ചത് എന്ന് അവൻ ചോദിച്ചിട്ടുണ്ടാകാം. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ യഹോവ പുറപ്പെടുവിച്ചിട്ട് കൊണ്ടു നിർത്തിയ സ്ഥാനത്ത് അസ്ഥികളാണോ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന ഒരു ചോദ്യം. അങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങൾ തിരമാലകൾ പോലെ അവൻ്റെ മനസ്സിനെ ഇളക്കി മറിച്ചു കാണും. നാം പലപ്പോഴും നേരിടാറുള്ള ഒരു പ്രശ്നമാണിത്, പ്രിയ ദൈവമക്കളെ. ദൈവനിയോഗത്താൽ വ്യക്തമായ ദൈവാലോചന പ്രാപിച്ചതിന് ശേഷം എടുത്ത ചില തീരുമാനങ്ങൾ അസ്ഥികളുടെ താഴ്വരയ്ക്ക് സമാനമായ ചില സാഹചര്യങ്ങളിൽ നമ്മെയും കൊണ്ടെത്തിക്കാറുണ്ട്. തീരുമാനം തെറ്റായിരുന്നോ എന്ന സംശയം, കേട്ടത് വാസ്തവത്തിൽ ദൈവാലോചന തന്നെ ആയിരുന്നോ എന്ന ശങ്ക, പരിശുദ്ധാത്മാവ് തന്നെയാണോ എന്നെ ഇവിടെ വരെ എത്തിച്ചത് എന്ന ഒരു ചോദ്യം, സംശയം. പക്ഷേ ഭാരപ്പെടേണ്ട. സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട്, അസ്ഥികൾ നിറഞ്ഞ താഴ്വരയെ കണ്ടുകൊണ്ട് ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല. ശാന്തമായി ഒന്ന് ചെവിയോർക്കുക, കേൾക്കുവാൻ ശ്രമിക്കുക. ഒരു മൃദുസ്വരം നമുക്ക് കേൾക്കുവാൻ കഴിയും. അസ്ഥിയുടെ താഴ്വരയിൽ നമ്മുടെ കർണപുടങ്ങളിൽ ഒരു ദൈവശബ്ദം വന്നലയ്ക്കും. ആത്മശക്തിയുടെ അഭിഷേകത്തിൽ നമ്മെ പുറപ്പെടുവിച്ച സർവശക്തൻ നമ്മോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ആത്മീയ മണ്ഡലങ്ങളിലും ഭൗതിക മേഖലകളിലും അസ്ഥികളെ കണ്ടു ഭയപ്പെടുന്ന വ്യക്തിയാണ് എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന താങ്കളെങ്കിൽ, അസ്ഥികളുടെ ഉയർപ്പിനെക്കുറിച്ചൊരു ദൂതുമായി പുറപ്പെടുവിച്ച ദൈവം കൂടെയുണ്ട് എന്ന് ഓർക്കുക. നാം കാണുന്നത് അസ്ഥിക്കൂമ്പാരത്തെയാണെങ്കിൽ ദൈവം കാണുന്നത് അസ്ഥിക്കൂമ്പാരത്തെ അല്ല, നിവർന്നു നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു സൈന്യത്തെയാണ്. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന ചോദ്യം വാസ്തവത്തിൽ യെഹെസ്കേൽ ദൈവത്തോടായിരുന്നു ചോദിക്കേണ്ടത്. പക്ഷെ ചോദിച്ചില്ല, ചോദിക്കേണ്ട ആവശ്യമുണ്ടായില്ല. യെഹെസ്കേൽ ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുൻപേ യഹോവ അവനോട് സംസാരിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. യെഹെസ്കേലിൻ്റെ ബുദ്ധിയിൽ ആ താഴ്വരയിൽ ഇനി ജീവനില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞു, കർത്താവേ, എനിക്കൊന്നും അറിയില്ല, എല്ലാം നീ അറിയുന്നു. ജീവിക്കുമോ എന്ന ആ ചോദ്യത്തിന് മുൻപിൽ, ആ ദൈവശബ്ദത്തിന് മുൻപിൽ യെഹെസ്കേലിൻ്റെ പ്രതികരണം ഇതായിരുന്നു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, എനിക്കൊന്നും അറിയില്ല. അതെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലൂടെയും നാം കടന്നു പോകുമ്പോൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നമ്മുടെ മുൻപിൽ കടന്നു വരുമ്പോൾ ദൈവത്തോട് പറയുക, ദൈവമേ, നീ സകലതും അറിയുന്നു, എനിക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മോട് ദൈവം സംസാരിക്കും.
യഹോവയുടെ വാക്കുകൾ തുടർന്ന് യെഹെസ്കേലിനെ ധൈര്യപ്പെടുത്തി. ഇങ്ങനെയാണ് അവൻ കേട്ടത്, ഈ അസ്ഥികൾ ജീവിക്കും. പിന്നീട് എന്താണ് യെഹെസ്കേലിനോട് കർത്താവ് പറഞ്ഞതെന്നറിയാമോ? ഈ അസ്ഥികളിലേക്ക് പകരപ്പെടേണ്ട ജീവൻ ഞാൻ നിന്റെ നാവിൽ തന്നിട്ടുണ്ട്. നീ വായ തുറന്ന് പ്രവചിക്കുമ്പോൾ നിന്റെ ശബ്ദത്തിലൂടെ ശബ്ദതരംഗങ്ങളായി അഭിഷേകം പ്രവഹിക്കും. നിന്റെ പ്രവചന ശബ്ദത്തിലൂടെ പ്രവഹിക്കുന്ന അഭിഷേകം അസ്ഥികളെ സ്പർശിക്കുമ്പോൾ, അവയുടെ മേൽ ചെന്നലയ്ക്കുമ്പോൾ ആ അസ്ഥികൾ കൂടിച്ചേരും. ത്വക്കും മാംസവും അവയ്ക്കുണ്ടാകും. കാറ്റിനോട് നീ പ്രവചിക്കുമ്പോൾ അവ ജീവശ്വാസമായി ആ ശരീരങ്ങളിൽ പ്രവേശിക്കും. അപ്പോൾ ഇന്ന് കാണുന്ന ഏറ്റവും ഉണങ്ങിയ ഈ അസ്ഥികൾ ഏറ്റവും വലിയ ഒരു സൈന്യമായി നിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് നീ കാണും. പ്രിയ ദൈവമക്കളെ, പ്രതികൂല സാഹചര്യങ്ങളെ കണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമില്ല. പരിഹാരം വരുത്തുവാനുള്ള അഭിഷേകം പ്രവചന ശബ്ദമായി ദൈവം നമ്മുടെ നാവിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. യെഹെസ്കേൽ അസ്ഥികളോട് പ്രവചിച്ചു തുടങ്ങി. അസ്ഥികൾക്ക് ചലനമുണ്ടായി, അവ ജീവൻ പ്രാപിച്ചു. ഏറ്റവും ഉണങ്ങിയ അസ്ഥികളാൽ നിറയപ്പെട്ട ജീവിതമാണ് നമ്മുടേതെങ്കിൽ യഹോവയുടെ ശബ്ദം കേൾക്കുക. കുടുംബത്തിൽ, സഭയിൽ, സമൂഹത്തിൽ കുമിഞ്ഞുകൂടിക്കിടക്കുന്ന അസ്ഥികൾ ജീവിക്കുവാൻ പോകുന്നു. രോഗങ്ങളോട്, നിരാശകളോട്, മരണത്തോട്, പ്രതികൂല സാഹചര്യങ്ങളോട് പ്രവചിക്കുക. യഹോവയുടെ ജീവൻ പ്രവഹിക്കും നമ്മുടെ പ്രവചന ശബ്ദങ്ങളിലൂടെ. ആത്മീയമായി ശുഷ്കിച്ചിരിക്കുന്ന അവസ്ഥകൾക്ക് നേരെ നോക്കിക്കൊണ്ട് വിശ്വാസത്തോടുകൂടി വിരൽ ചൂണ്ടി പ്രവചിക്കുക. ആത്മനദിയുടെ ജീവൻ അവിടെ പ്രവഹിക്കും. വഴിതെറ്റിപ്പോയ തലമുറകളെ നോക്കി വായ തുറന്ന് പ്രവചിക്കുക. അസ്ഥികളായി പോയി എന്ന് നീ വിലപിക്കുന്ന നിന്റെ മക്കൾ യഹോവയുടെ സൈന്യമായി സടകുടഞ്ഞെഴുന്നേൽക്കാൻ പോകുകയാണ്. വിശ്വസിക്കുവാൻ കഴിയുമോ? അസ്ഥികളുടെ താഴ്വരയിൽ ഏറ്റവും വലിയ ഒരു സൈന്യം എഴുന്നേൽക്കുവാൻ പോകുന്നു. 37-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വീണ്ടും ശ്രദ്ധിക്കുക. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. യഹോവയുടെ കൈ നമ്മുടെ മേൽ വരുന്നത് ഇതുവരെ ആയിരുന്ന സ്ഥാനത്തും സാഹചര്യങ്ങളിലും തുടരുവാനായിട്ടല്ല. എവിടെ നാം ആയിരിക്കുന്നു അവിടെ തന്നെ തുടരുവാനായിട്ടല്ല യഹോവയുടെ കൈ നമ്മുടെ മേൽ വരുന്നതും യഹോവയുടെ ആത്മാവിൽ യഹോവ നമ്മെ പുറപ്പെടുവിക്കുന്നതും. ആത്മാവിൽ നമുക്ക് ഒരു പുറപ്പാടുണ്ട്, ഒരു യാത്ര നമുക്ക് ചെയ്യുവാനുണ്ട്, ഒരു സ്ഥാനാന്തരം നമുക്ക് സംഭവിക്കുവാനുണ്ട്. സ്വസ്ഥതയുള്ള വെള്ളമൊഴുകുന്ന പച്ചപ്പുൽമേട്ടിലേക്കുള്ള യാത്രയല്ല, മറിച്ച് അസ്ഥിയുടെ താഴ്വരയിൽ നമ്മെ കൊണ്ട് ചെന്ന് നിർത്തുന്ന യാത്ര. നാം ആത്മാവിൽ പുറപ്പെട്ടേ തീരൂ ദൈവമക്കളെ. നമുക്കൊരു ശുശ്രൂഷയുണ്ട്. കുടുംബത്തിൽ, ചുറ്റുപാടുകളിൽ, സമൂഹത്തിൽ, സഭയിൽ, ജോലിസ്ഥലത്ത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒക്കെയും കുമിഞ്ഞുകൂടിക്കിടക്കുന്ന ഏറ്റവും ഉണങ്ങിയ അസ്ഥികൾ ധാരാളമുണ്ട്. അവയുടെ ജീവൻ നമ്മുടെ നാവിലാണ്. പോയേ തീരൂ, അവയോട് പ്രവചിച്ചു തീരൂ, അവരോട് പ്രവചിച്ചു തീരൂ. ഇന്ന് നമ്മെ ഭയപ്പെടുത്തുന്ന അസ്ഥികൾ നാം പ്രവചിക്കുമ്പോൾ വലിയ സൈന്യമായി എഴുന്നേൽക്കുവാനിടയായിത്തീരും. വെറുതെ ഇരിക്കുവാനല്ല യഹോവയുടെ കൈ നമ്മുടെ മേൽ വന്നത്. പുറപ്പെടുവാൻ വേണ്ടിയാണ്, പ്രവചിക്കുവാൻ വേണ്ടിയാണ്, ജീവൻ പകരുവാൻ വേണ്ടിയാണ്, സൈന്യത്തിന് നായകത്വം വഹിക്കുവാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ ആത്മാവിനെ നമ്മിൽ നിറച്ചത്. ആ ആത്മാവിൽ നമുക്ക് പുറപ്പെടാം. അസ്ഥികളുടെ താഴ്വര സുഖകരമായ അനുഭൂതി തരുന്ന ഒരിടമല്ല. കാൽച്ചുവട്ടിൽ കിടക്കുന്ന അസ്ഥികൾ വാക്കും ഭാഷണവുമില്ലാതെ യെഹെസ്കേലിനോട് സംസാരിക്കുന്നുണ്ട്. എന്തായിരിക്കാം ആ അസ്ഥികൾ യെഹെസ്കേലിനോട് പറയുന്നത്? യെഹെസ്കേലേ, ഞങ്ങളും വന്നത് നിന്നെപ്പോലെ ജീവനുള്ളവനായിട്ടായിരുന്നു. പക്ഷെ ഇന്നിതാ വെറും അസ്ഥികൾ. നിനക്കും അധിക കാലമില്ല. ഞങ്ങളിൽ ഒരുവനായി നീയും ഈ താഴ്വരയിൽ കിടക്കുവാൻ പോകുകയാണ്. അതെ, അസ്ഥികൾക്ക് നമ്മോടതേ പറയുവാൻ കഴിയും. സാഹചര്യങ്ങൾക്ക് നമ്മോടതേ പറയുവാൻ കഴിയൂ. പ്രതികൂലങ്ങൾക്ക് നമ്മോടതേ പറയുവാൻ കഴിയൂ. മുൻപിൽ കാണുന്ന തടസ്സങ്ങൾക്ക് നമ്മോടതേ പറയുവാൻ കഴിയൂ, നീയും തീർന്നു എന്ന്. പക്ഷേ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നമുക്കെതിരെ പല്ലിളിക്കുന്ന മരണത്തെ നോക്കി നാം ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. മരണത്തെ മാറ്റി അസ്ഥികളെ ഉയർപ്പിക്കുവാൻ, യഹോവയുടെ സൈന്യത്തെ എഴുന്നേൽപ്പിക്കുവാൻ പ്രവചനം നമ്മുടെ നാവിൽ ദൈവം തന്നിട്ടുണ്ട്. ശവക്കുഴിയിൽ നിന്ന് കയറ്റി ആത്മാവിനെ നമ്മിലാക്കി സ്വദേശത്തേക്ക് മടക്കുന്ന അഭിഷേകം നമ്മിൽ ദൈവം പകർന്നിട്ടുണ്ട്. കാൽച്ചുവട്ടിൽ കിടക്കുന്ന അസ്ഥികൾക്ക് പകരം ഏറ്റവും വലിയ ഒരു സൈന്യം എഴുന്നേൽക്കുവാൻ പോകുന്നു. നമ്മുടെ നാവിൽ നിന്ന് ഉതിരുന്ന പ്രവചന ശബ്ദങ്ങളാൽ. അതെ, ആത്മാവിൽ നമുക്ക് വായ തുറക്കാം, പ്രവചിച്ചു തുടങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ,
യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു